Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MTTM എന്ന് പറഞ്ഞിട്ടുള്ള ഇഗ്നോയുടെ പുതിയ ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ്. മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സാണിത്. MTTM program is designed for those students who are interested in pursuing a career in tourism sector at managerial level. ടൂറിസം സെക്ടറിൽ മാനേജീരിയൽ ലെവൽ HR സെഷനിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യം, ആ ഒരു ജോബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ്. അതുപോലെ തന്നെ സ്വയം സംരംഭകർക്കും അതുപോലെ തന്നെ ഒരു ടൂറിസം ഏജൻസി റൺ ചെയ്യുന്നവർക്കും ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് പരിചയപ്പെട്ട് നോക്കൂ. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ കരസ്ഥമാക്കാൻ പോകുന്ന എബിലിറ്റീസ് എന്തൊക്കെയാണ്? ടൂറിസം മേഖലയിലുള്ള സ്കോപ്പ്, അതിൻ്റെ മാനവ വിഭവശേഷി, അതിൻ്റെ ടൂറിസം മേഖലയിലുള്ള പ്രൊഡക്ട്സിൻ്റെ സെയിൽസ്, സർവീസസ്, അതിൻ്റെ സാമ്പത്തികമായ തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കൽ, ഇത്തരത്തിൽ നിങ്ങൾക്ക് ടൂറിസം മാർക്കറ്റ്, അതിനെക്കുറിച്ചുള്ള റിസർച്ച്, അതുപോലെ ടൂറിസം മേഖലയിലുള്ള എൻ്റർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാതിരിക്കണം, അതുമായി ബന്ധപ്പെട്ട കൺവെൻഷൻസ്, ട്രേഡ് ഷോസ്, ട്രാവൽ മാർട്ട്സ്, എക്സ്പോസിഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പഠിക്കാനും അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ല് കരസ്ഥമാക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു മാനേജീരിയൽ ലെവലിലുള്ള റെസ്പോൺസിബിലിറ്റി കൈകാര്യം ചെയ്യുന്ന ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി വിഭാഗത്തിലുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ എലിജിബിലിറ്റി നോക്കാം. ഈ ഒരു കോഴ്സ് എടുക്കാൻ നിങ്ങൾക്ക് BTS ടൂറിസം BA ബാച്ചിലർ ഡിഗ്രി വേണം. ടൂറിസം സർവീസ് മേഖലയിൽ നിങ്ങൾക്ക് ഒരു BTS എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. അതുപോലെ BA ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. BA ടൂറിസം ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, BHM ബാച്ചിലേഴ്സ് ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഈ ഒരു കോഴ്സുകളെല്ലാം അപ്രൂവ്ഡ് ബൈ AICTE അപ്രൂവ്ഡ് ഉണ്ടായിരിക്കണം. And those students who have done their graduation in any field along with a diploma in tourism which is recognized in the university system or by AICTE. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവരായാലും മതി, പക്ഷേ അവർക്ക് ടൂറിസം മേഖലയിൽ ഒരു ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ആ ഡിപ്ലോമ ഒരു ഡിപ്ലോമയല്ല, AICTE റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സിസ്റ്റം റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്ലോമ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി കാറ്റഗറി 2, രണ്ടാമത്തെ കാറ്റഗറിക്കാർ എനി ഡിഗ്രി, ഏതെങ്കിലും ഒരു ഫീൽഡിൽ എനി ഡിഗ്രി എടുത്തവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അഡീഷണലി നിങ്ങൾക്കൊരു 4 സബ്ജക്റ്റുകൾ പഠിച്ച് പാസ്സാവേണ്ടതുണ്ട്. ആ 4 സബ്ജക്റ്റുകൾ ഏതെല്ലാമാണ്? ഇതാണ് ആ 4 സബ്ജക്റ്റ്. TS 1, 2, 3, 6 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സുകൾ നിങ്ങൾ അഡീഷണലി ഈ 32 ക്രെഡിറ്റ്സിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് പാസ്സാവണം. പക്ഷേ ഈ പഠിച്ച് പാസ്സായതൊന്നും നിങ്ങളെ ക്രെഡിറ്റ് കാർഡിലൊന്നും വരില്ല കേട്ടോ. കാരണം ഇതെന്താണ്, നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ തരാം, ടൂറിസം മേഖലയിലുള്ള ഒരു ഫൗണ്ടേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റുകളാണ്. അത് എനി ഡിഗ്രി ഉള്ള കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ BA ഇംഗ്ലീഷ്, സോഷ്യോളജി, അല്ലെങ്കിൽ BCom, ഇങ്ങനെയൊക്കെ കഴിഞ്ഞവർക്ക് ഈ ഒരു കോഴ്സ് എടുക്കാം. പക്ഷേ അവർ ഈ പറഞ്ഞ ഈ 4 സബ്ജക്റ്റുകൾ അഡീഷണലി പാസ്സായാൽ മാത്രമേ കോഴ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. പക്ഷെ അത് മാർക്കിലും ഗ്രേഡ് കാർഡിലൊന്നും വരില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് ഇതിൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. നിങ്ങൾ ഇംഗ്ലീഷിൽ പുസ്തകങ്ങളിൽ പഠിക്കാം, ഇംഗ്ലീഷിൽ എക്സാം എഴുതാം. ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് സെമസ്റ്ററിൽ ഇതാ കണ്ടോളൂ. നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് നിങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഈ ഒരു കോഴ്സ് ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് ഇഗ്നോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്, ഈഗ്യാൻ ഘോഷ് എന്ന് പറയുന്നത്. MTTM 1 മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് ബിഹേവിയർ ഇൻ ടൂറിസം എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇഗ്നോയുടെ വെബ്സൈറ്റിലോട്ട് പോകും.
അവിടെ ആ ഒരു ചാപ്റ്റർ ആ ഒരു പുസ്തകത്തെ കുറിച്ചിട്ടുള്ള എല്ലാ യൂണിറ്റുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എന്താണോ ഇഗ്നോ അയച്ചിരുന്നത് ആ ഒരു സംഗതി തന്നെയാണ് എന്ത് വരുന്നത് ഈ ഒരു PDF-നകത്ത് വരുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. എന്നിട്ട് ഇത് എന്താണ് ഈ ഒരു കോഴ്സ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്വയമേ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് നോക്കാം. എന്നെക്കൊണ്ട് ഇത് പഠിക്കാൻ കഴിയുന്ന സബ്ജക്റ്റുകൾ തന്നെയാണോ എന്നുള്ളത് തന്നെ നമുക്ക് പഠിപ്പിച്ച് നോക്കാം. ഇതിലിപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് അധികവും തിയറി പേപ്പേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു 3rd സെമസ്റ്ററിൽ ഒരു ഡിസർട്ടേഷൻ വരുന്നുണ്ട്. പിന്നെ പ്രൊജക്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡിസർട്ടേഷൻ ആണ് വരുന്നത്. അതുപോലെ ഫീൽഡ് വർക്ക് കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ എനിവേ ഇത്തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റഡി സെൻറ്റർ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും സബ്ജക്റ്റുകൾ പ്ലസ് ഒരു ഡിസർട്ടേഷനാണ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കോഴ്സ് 2 ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക. എനി ഡിഗ്രി എടുക്കുന്നവർക്ക് ഈ ഒരു ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അഡീഷണലി പഠിക്കണം. ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 2ൽ ജോയിൻ ചെയ്യുന്നത് അതായത് എനി ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുന്നവർ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കണം. പക്ഷേ ഇതിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ ഈ ഒരു ഗ്രേഡ് നിങ്ങളെ ഗ്രേഡ് കാർഡിൽ അപ്ലിക്കബിൾ ആവില്ല, വരില്ല. നിങ്ങൾക്ക് ഗ്രേഡ് കാർഡിൽ വരുന്ന മാർക്ക് ഇത്രയും ഈ കാണിക്കുന്ന ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സെമസ്റ്ററുകളുടെ സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള മാർക്ക് ആയിരിക്കും ഗ്രേഡ് കാർഡിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന റീജിയൻ സെൻറ്റേഴ്സും സ്റ്റഡി സെൻറ്റേഴ്സും ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മൾ കേരളത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഈ 2 കോളേജുകൾ CMS കോളേജും ശ്രീ കേരളവർമ്മ കോളേജും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കൊച്ചിൻ്റെ ഭാഗത്ത് നിന്നും. ഇനി നമുക്ക് ട്രിവാൻഡ്രത്ത് നോക്കാം. ട്രിവാൻഡ്രത്ത് ഏകദേശം 5 കോളേജുകളിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഈ കോളേജുകളും ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അതുപോലെ ഇനി വടകര റീജിയൻ സെൻറ്റർ ആ ഒരു സെൻറ്ററിൻ്റെ അണ്ടറിൽ 3 കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഫീ നമ്മൾ നോക്കിയിട്ടില്ല. ഈ കോഴ്സിൻ്റെ ഫീ വരുന്നത് ഏകദേശം 18,200 ആണ് വരുന്നത്. ഫോർ ഫുൾ പ്രോഗ്രാമിനാണ് കേട്ടോ. ഫുൾ പ്രോഗ്രാമിൻ്റെ പേയ്മെൻ്റ് ആണ് ഇത് വരുന്നത്, ടു ബി പെയ്ഡ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 9,100 രൂപയാണ് അടയ്ക്കേണ്ടത്. അതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും ഉണ്ടാവും. അത് 700 രൂപയാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഈ ജൂൺ 2026 സെഷനിൽ കോഴ്സുകൾക്ക് ഫീയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. കുറഞ്ഞിട്ടില്ല, അത് കൂടിയിട്ടുള്ളതാണ്. ഏകദേശം 200-300 രൂപ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒരു 10,000 രൂപയാണ് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പെർ ഇയറിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഇയറിലും ഇതുപോലെ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും മൈനസ് ചെയ്തിട്ടുള്ള 700 രൂപ മൈനസ് ചെയ്തിട്ടുള്ള ഫീ ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അഡീഷണലി നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുന്നത് എക്സാം ഫീസാണ്. എക്സാം ഫീസ് അഡീഷണൽ പേയ്മെൻ്റ് ആണ്. അതൊരു സബ്ജക്റ്റിന് 200 രൂപയാണ് വരുന്നത്. അത് എക്സാമിൻ്റെ സമയത്ത് മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതി. എക്സാം വരുന്നത് ജൂണിലും ഡിസംബറിലും ആയിരിക്കും എക്സാം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം വരുന്നാൽ ഡിസംബറിലും ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വരുന്ന 2027 ജൂണിലും ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ എഡ്യൂഫിക്സ് അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇൻഫർമേഷൻ തരികയും വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും ചെയ്യും. അഡ്മിഷൻ എടുക്കാൻ എന്തെല്ലാം ഡോക്യുമെൻ്റ് വേണം, എങ്ങനെ അയക്കണം, അതുപോലെ തന്നെ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് വേണ്ടത് എന്നുള്ളത്, അങ്ങനെ A to Z കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ നമ്മൾ പൂർത്തിയാക്കിയിട്ട് തരും. നിങ്ങൾക്ക് 1 ഇയർ നിങ്ങൾക്ക് ഇതിൻ്റെ സപ്പോർട്ട് നമ്മൾ തരുന്നതാണ്.
ഓക്കെ, റീ രജിസ്ട്രേഷൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ എക്സാം എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾക്ക് എക്സാം എഴുതാൻ നിങ്ങൾക്ക് 2 വർഷത്തെ ഈ ഒരു PG പ്രോഗ്രാം 4 വർഷം വരെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ ഒരു കാലാവധിക്കുള്ളിൽ, ഒരു ഡ്യൂറേഷൻ്റെ ഉള്ളിൽ നിങ്ങൾ തീർത്താൽ മതി. പക്ഷേ നിങ്ങൾ റീ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ, താങ്ക് യു.